ഇന്ത്യ ഈ ഇൻഡസ് വാലി ട്രീറ്റി അതിൽ നിന്ന് പിന്മാറിയതിന് ശേഷം പാകിസ്ഥാൻ 4 തവണയാണ് ഇന്ത്യക്ക് കത്തുകൾ എഴുതിയത്. ഈ ട്രീറ്റിയുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്താൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യയുടെ തീരുമാനത്തെ വീണ്ടും പുനഃപരിശോധിക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്ന കത്തുകളാണ് പാകിസ്ഥാൻ എഴുതിയിരിക്കുന്നത്. ഇന്ത്യയുടെ തീരുമാനം എത്രത്തോളം ശക്തമായ ആഘാതം പാകിസ്ഥാന് ഉണ്ടാക്കുന്നു എന്നതിന് ഇതിലും വലിയൊരു തെളിവിനി ആവശ്യമില്ല. 4 കത്തുകൾ ഇന്ത്യക്ക് എഴുതുന്നു. അതിൽ 4ലും ഇന്ത്യയുടെ തീരുമാനം പുനഃപരിശോധിക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. സോ ഇത് കാര്യം വ്യക്തമാണ്, പാകിസ്ഥാൻ വലിയ പ്രതിസന്ധിയിലാണ്. എന്നാൽ ഇന്ത്യ ഇപ്പോഴും ഈ കാര്യത്തിൽ ഒരു തീരുമാനത്തിലും ഇന്ത്യ ഒരു മാറ്റം വരുത്തിയിട്ടില്ല. ഇന്ത്യ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ സാധ്യത വളരെ കുറവാണ്. പോകില്ല എന്ന് പറയുന്നില്ല, പക്ഷെ സാധ്യത വളരെ കുറവാണ്. അതിൻ്റെ കാരണം ഇപ്പോൾ ഇന്ത്യ ഒരു പുതിയ തീരുമാനം എടുത്തിരിക്കുകയാണ്. ഈ സിന്ധു നദീജല കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറിയതോടെ ഇന്ത്യക്ക് പാകിസ്ഥാനോട് ഇനി ഒരു കമ്മിറ്റ്മെന്റും ഇല്ല. അതായത് ഇന്ത്യ എന്ത് ചെയ്യുന്നു എന്ന് പാകിസ്ഥാനെ അറിയിക്കേണ്ടയോ അല്ലെങ്കിൽ പാകിസ്ഥാനുമായി ചർച്ച നടത്തേണ്ടയോ യാതൊരു ആവശ്യവും ഇന്ത്യക്കില്ല. ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദികളുടെ കാര്യത്തിൽ ഇന്ത്യ തോന്നിയതുപോലെ ചെയ്യും. അതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് ഇന്ത്യ ചില കനാലുകൾ നിർമ്മിക്കാൻ പദ്ധതിയിടുന്നുണ്ട്. അതായത് സിന്ധു നദിയിലൂടെ ഒഴുകിയിരുന്ന വെള്ളത്തെ, ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിച്ച് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലൂടെ പാകിസ്ഥാനിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്ന വെള്ളം ഇനി നമ്മുടെ ഡൽഹിയിലേക്ക് വരെ എത്തിക്കാനായിട്ടുള്ള പദ്ധതിയാണ് ഇന്ത്യ ഇപ്പോൾ ആസൂത്രണം ചെയ്യുന്നത്. ഇതിനു വേണ്ടിയിട്ടുള്ള കനാലുകൾ നിർമ്മിക്കാനുള്ള തീരുമാനമായിരിക്കുകയാണ്. ഈ കനാലുകൾ നിർമ്മിച്ച് കനാലിലൂടെ ജലം ഡൽഹിയിലേക്കും രാജസ്ഥാനിലേക്കും എത്തിക്കാനുള്ള ഒരു പദ്ധതിക്കാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ബിയാസ് നദിയിലെ ജലം രാജസ്ഥാനിലെ ഗംഗാ നഗറിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു കനാലായിരിക്കും ആദ്യഘട്ടത്തിൽ നിർമ്മിക്കുക എന്നാണ് സൂചന. രാജസ്ഥാൻ നമുക്കറിയാവുന്ന പോലെ മരുഭൂമി വളരെ കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ്. ജലത്തിന് വളരെയധികം ക്ഷാമമുള്ള ഒരു സംസ്ഥാനമാണ്. അവിടത്തേക്ക് കനാലിലൂടെ വെള്ളം കൊണ്ടുപോകാനായിട്ടുള്ള ഒരു തീരുമാനം. ബിയാസ് നദി എന്ന് പറയുന്നത് സിന്ധു നദിക്ക് ജലം നൽകുന്ന പോഷക നദികളിൽ ഒന്നാണ്. ആ ബിയാസ് നദിയിലെ ജലമാണ് രാജസ്ഥാനിലേക്ക് കനാല് നിർമ്മിച്ച് കൊണ്ടുപോകാനായിട്ട് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. 130 കിലോമീറ്റർ ദൈർഘ്യമുള്ള കനാലായിരിക്കും ഇതിനു വേണ്ടി നിർമ്മിക്കുക. ആദ്യഘട്ടത്തിൽ രാജസ്ഥാനിലെ ശ്രീഗംഗ നഗറിലായിരിക്കും ജലം എത്തിക്കുക. ഈ ഒരു കനാല് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വാഭാവികമായും കാലതാമസം എടുക്കും. 3 വർഷത്തെ സമയപരിധിയാണ് ഇപ്പോൾ ഈ കനാല് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്രം നിശ്ചയിച്ചിരിക്കുന്നത്. എന്നാൽ 2 വർഷത്തിനുള്ളിൽ തന്നെ ഇത് പൂർത്തിയാക്കാൻ സാധിക്കുമെന്നും കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഈ ഒരു പ്രോജക്റ്റ് പാകിസ്ഥാന് വലിയ തിരിച്ചടി എന്നതിനോടൊപ്പം തന്നെ ഇന്ത്യക്ക് വളരെ ഗുണമുള്ള ഒരു പ്രോജക്റ്റാണ്. ഇത്തരം കനാലുകൾ നിർമ്മിച്ച് വെള്ളമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് നമ്മുടെ രാജ്യത്തെ നദികളിലെ വെള്ളം എത്തിക്കുന്നതിലൂടെ ജലക്ഷാമത്തിന് ഒരു വലിയ അളവ് വരെ പരിഹാരം കാണാൻ ഇന്ത്യക്ക് സാധിക്കും. അതേ സമയത്ത് പാകിസ്ഥാന് വലിയ പ്രതിസന്ധി ഇത് ഉണ്ടാക്കുകയും ചെയ്യും. 2ാം ഘട്ടമായിട്ട് ഇന്ത്യ ചെയ്യുന്നത് ഈ ജലത്തെ യമുന നദിയിലേക്ക് എത്തിക്കുക എന്നതാണ്. ഇതിനായിട്ട് 70 കിലോമീറ്റർ നീളമുള്ള ഒരു കനാലായിരിക്കും നിർമ്മിക്കുക. ജലം യമുന നദിയിൽ എത്തുന്നതോടെ ഡൽഹി, പഞ്ചാബ്, ഹരിയാന സംസ്ഥാനങ്ങളിലേക്ക് ബിയാസ് നദിയിലെ ജലം ഒഴുകുമെന്നതാണ് പ്രത്യേകത. ബിയാസ് നദിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഹിമാചൽ പ്രദേശിൽ ഉത്ഭവിക്കുന്ന ഒരു നദിയാണ്. ഹിമാചൽ പ്രദേശിൽ ഉത്ഭവിക്കുന്ന ഈ നദി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു. ഏകദേശം 470 കിലോമീറ്റർ ആണ് ഈ ഒരു നദി ഒഴുകുന്നത്. പഞ്ചാബിലൂടെ ഒഴുകുന്നു. പഞ്ചാബിൽ എത്തുന്ന സമയത്ത് ഇത് സത്ലജ് റിവറുമായിട്ട് കൂടിച്ചേരുകയാണ്. പിന്നീട് ഈ സത്ലജ് റിവർ എന്ന് പറയുന്നത്, സത്ലജ് നദി അത് ഒഴുക്ക് തുടരുന്നു. ഈ സത്ലജ് നദി പിന്നീട് മെർജ് ചെയ്യുന്നത് ചെനാബ് നദിയുമായിട്ടാണ്. ചെനാബ് നദിയുമായിട്ട് ചേരുന്നു. അതിനുശേഷം ഈ സിസ്റ്റം പൂർണ്ണമായിട്ടും ഇൻഡസ് റിവറുമായിട്ട് ജോയിന്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഡസ് നദിയിലേക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന നദികളിൽ ഒന്നാണ് സത്ലജ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ ഇൻഡസ് റിവർ സിസ്റ്റത്തിലെ 20-25% കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന നദിയാണിത്. അപ്പോൾ ഈ നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദിയെന്നോ അല്ലെങ്കിൽ അതിനോട് ചേർന്ന് മെർജ് ചെയ്യുന്ന നദികളിലൊന്നാണ് ഈ ബിയാസ് എന്ന് പറയുന്ന നദി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഇൻഡസ് നദിയുടെ ഒഴുക്കിനെ കാര്യമായി ബാധിക്കും എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യക്കകത്തെ പല സ്ഥലങ്ങളിലുമുള്ള വെള്ളത്തിന്റെ ഷോർട്ടേജ് പരിഹരിക്കാൻ ഈ കനാൽ നിർമ്മാണത്തിലൂടെ സാധിക്കുകയും ചെയ്യും. ഈ പെഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യ എടുത്ത ഏറ്റവും കടുത്ത തീരുമാനങ്ങളിലൊന്നാണ് ഇൻഡസ് വാലി ട്രീറ്റി സസ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്മാറുക എന്ന് പറയുന്ന ഒരു തീരുമാനം. ആ ഒരു തീരുമാനം പാകിസ്ഥാനിൽ കടുത്ത വരൾച്ചയും വലിയ വെള്ളത്തിന്റെ ഷോർട്ടേജും ഉണ്ടാക്കും, വലിയ പ്രതിസന്ധി ഉണ്ടാക്കും, അവരുടെ കൃഷിയെ ബാധിക്കും, അവരുടെ കുടിവെള്ളത്തെ ബാധിക്കും. അതേ സമയത്ത് ഇന്ത്യക്കകത്ത് കനാലുകൾ നിർമ്മിച്ച് ഇങ്ങനെ ഒഴുകുന്ന ജലം വെള്ളമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതിലൂടെ നമ്മുടെ രാജ്യത്ത് വെള്ളത്തിന്റെ ഷോർട്ടേജിന് പരിഹാരം ഉണ്ടാവുകയും ചെയ്യും.
എന്തായാലും ഇന്ത്യയുടെ കടുത്ത തീരുമാനത്തിൽ വളരെ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് പാകിസ്ഥാൻ. അതേ സമയത്ത് തന്ത്രപരമായി കനാലുകൾ നിർമ്മിച്ച് ജലത്തെ കൂടുതൽ ആവശ്യമുള്ള പ്രദേശങ്ങളിലേക്ക് എത്തിക്കാനുള്ള തീരുമാനവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇന്ത്യ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.